എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് വൈത്തിരിയിലുള്ള വൈത്തിരി വൈബ്സിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക. സോ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏറ്റവും ഇത് ഒരു തട്ടായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ വെർട്ടിക്കൽ ഗാർഡനുണ്ട്, അത്യാവശ്യം മനോഹരമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പ്ര പീക്കിലേക്കുള്ള ഒരു വ്യൂ ആണ്. ഈ ഏരിയയിൽ ചെറിയൊരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. മാക്സിമം ഇവർ ഓരോ ഏരിയയും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥലം വേസ്റ്റ് ആക്കുന്നുള്ളൊരു ഇത് ഇവിടെ ഇല്ല. നമുക്ക് ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ മെയിൻലി 2 BHK ടൈപ്സ് ആണ് റൂംസ് വരുന്നത്. ഫസ്റ്റിന് ഒരു ലിവിങ് സ്പേസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു റൂംസ് അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെമ്പ്ര പീക്കിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ റൂമിൻ്റെ നിന്നുള്ള ഓൾമോസ്റ്റ് വ്യൂ ഈ ഒരു ടൈപ്പാണ് വരുന്നത്. ബാത്റൂം ആണെങ്കിൽ പോലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത്. ഇതൊരു നെക്സ്റ്റ് ബെഡ്റൂമാണ് വരുന്നതും. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ നമുക്കൊരു ടോട്ടൽ കപ്പാസിറ്റി ലൈക്ക് ഒരു കുട്ടികൾ ഉൾപ്പെടെ ഒരു 42 പേരെ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്ഥലം ചെരിഞ്ഞത് കൊണ്ട് തട്ടായിട്ടാണ് ഇവർ ബിൽഡിങ് ചെയ്തത്. നമ്മൾ നെക്സ്റ്റ് മുകളിൽ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള എൻട്രി ആണിത്. ഇവിടെയും അതുപോലെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും നേരത്തെ കണ്ട പോലെ ചെറിയൊരു ലോൺ ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെയും ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, കോമൺ TV ആണ് വരുന്നത്. റൂമും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ച ഓൾമോസ്റ്റ് എല്ലാം സെയിം റൂംസ് കാറ്റഗറിയും ഒക്കെയാണ് വരുന്നത്. ഇതും ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നേരത്തെ ഇറങ്ങി കുറച്ചുകൂടി ഹൈറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി വ്യൂ കൂടുതലാണ്. ഈ മുകളിലുള്ള റൂമാണ്. ഇതും ബാത്റൂമും അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് വരുന്നത്. ഒരു ചെരിഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ബിൽഡിങ്. അതുകൊണ്ട് ഇവർ അധികം ഒന്നും മണ്ണെടുക്കാണ്ടിയാണ് ബാക്കിയുള്ള ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പൂൾ വരുന്നത്. പൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേ വിത്ത് ബ്രേക്ക്ഫാസ്റ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടിയും പോലെ തന്നെ. അതുപോലെ ഇൻഡോർ ഗെയിംസിൽ ക്യാരംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമ്പ് ഫയർ ഉണ്ട്, പക്ഷേ എക്സ്ട്രാ ചാർജബിളാണ്. ഗ്രില്ലിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് ഇനിയും വരാനുണ്ട്. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ ബുക്കിങ്ങിനായിട്ട് താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള പൂളും കാര്യങ്ങളൊക്കെയാണ്. വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.